തന്റെ ജനേന്ദ്രിയത്തിൽ കമ്പി കയറ്റിയതുൾപ്പെടെ തമിഴിലെ ഒരു പ്രമുഖ സംവിധായകനിൽ നിന്ന് ക്രൂരമായ ലൈംഗിക പീഡനം നേരിട്ടുവെന്ന് നടി സൗമ്യയുടെ വെളിപ്പെടുത്തൽ. 3 മലയാള സിനിമയിൽ അഭിനയിച്ചപ്പോഴും മോശം അനുഭവം ഉണ്ടായെന്നും നടി പറഞ്ഞു. തമിഴ് സംവിധായകൻ തന്നെ ലൈംഗിക അടിമയാക്കി വെച്ചുവെന്നും നടി ആരോപിച്ചു. തന്റെ 18-ാം വയസ്സിലാണ് മകളെ പോലെയാണെന്ന് പറഞ്ഞ് അയാൾ സമീപിച്ചതെന്നും പിന്നീട് തനിക്ക് ഒരു കുട്ടിയെ വേണമെന്ന് ആവശ്യപ്പെട്ടതായും നടി പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേര് പരാമർശിച്ച നടനും തന്നെ ബലാത്സംഗം ചെയ്തതായും അവർ പറഞ്ഞു. നിരവധി സംവിധായകരും നടന്മാരും ടെക്നീഷ്യന്മാരും ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും അവർ വ്യക്തമാക്കി. 30 വർഷമെടുത്തു അനുഭവിച്ച ട്രോമയിൽ നിന്ന് കരകയറാൻ. സ്വന്തം സുരക്ഷ കണക്കിലെടുത്താണ് സംവിധായകന്റെ പേര് പുറത്തു പറയാത്തതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൗമ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സിനിമയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു കുടുംബത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. 18-ാം വയസ്സിൽ കോളേജിൽ 1-ാം വർഷ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ് തമിഴ് സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തനിക്ക് ലഭിക്കുന്നത്. കുട്ടിക്കാലത്ത് നടി രേവതി തന്റെ വീടിനടുത്തായിരുന്നു താമസിച്ചിരുന്നത്. അവർ തന്നെ ആകർഷിച്ചിരുന്നു. താനൊരു ഭാവനാലോകത്തായിരുന്നു. അതുകൊണ്ട് താൻ സ്ക്രീൻ ടെസ്റ്റിന് പോയി. സിനിമയെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലായിരുന്നു. സിനിമയിലെ അറിയപ്പെടുന്ന ഒരു ദമ്പതികളുടെ സിനിമയായിരുന്നു അത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം താൻ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്നും അവർ പറഞ്ഞു. കുടുംബത്തിന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അഭിനയിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. സിനിമയ്ക്ക് ഒരുപാട് പണം ചെലവായി എന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ചു. ഭാര്യ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറഞ്ഞാണ് ഒപ്പുവെച്ചത്. എന്നാൽ അത് പേപ്പറിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ സംവിധാനം ചെയ്തത് ഭർത്താവായിരുന്നു. താങ്കളുടെ ഭർത്താവിനൊപ്പം ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതോടെ അക്കാര്യം സംവിധായിക ഭർത്താവിനോട് പറഞ്ഞു. പിന്നീട് അയാൾ എന്നോട് മിണ്ടാതെയായി. ദേഷ്യം പ്രകടിപ്പിച്ചു. അതിൽ പിന്നെ ഭയമായി. അയാളുടെ അത്തരം പെരുമാറ്റങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചു. പിന്നീട് സംവിധായകനും ഭാര്യയും തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നല്ല ഭക്ഷണം നൽകി സൽക്കരിച്ചു. വിശ്വാസം പിടിച്ചുപറ്റി. തന്റെ വീട്ടിൽ ഇല്ലാത്ത സ്വാതന്ത്ര്യമായിരുന്നു അവിടെ. അവർക്ക് മകളെപ്പോലെ തന്നെയായിരിക്കുമെന്നാണ് താൻ കരുതിയത്. തന്റെ പ്രായത്തിൽ അവർക്കൊരു മകളുണ്ട്. ആ കുട്ടിയും സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. സത്യത്തിൽ ഈ പെൺകുട്ടി അയാളുടെ സ്വന്തം മകളായിരുന്നില്ല. ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകളാണ്. ആ കുട്ടി ഇയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് വീട് വിട്ടു പോവുകയായിരുന്നു. ആ കുട്ടി നുണ പറയുകയാണ് എന്നായിരുന്നു അന്ന് അയാളും ഭാര്യയും പറഞ്ഞത്. ഒരിക്കൽ ഭാര്യ ഇല്ലാതിരുന്ന സമയത്ത് അയാൾ തന്നെ ചുംബിച്ചു. ആ സമയത്ത് ഞെട്ടിപ്പോയെന്നും ഇക്കാര്യം സുഹൃത്തുക്കളോട് പോലും പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. സിനിമയുടെ റിഹേഴ്സലിനായി നിരവധി തവണ അയാളുടെ വീട് സന്ദർശിക്കേണ്ടി വന്നു. ആ കാലത്തൊക്കെ അയാളുടെ പെരുമാറ്റം ദുസ്സഹമായി മാറി. പലതവണ ശ്രമം നടത്തി. ഒടുവിൽ ബലാത്സംഗം ചെയ്തു. പിന്നീട് 1 വർഷത്തോളം അയാളുടെ ലൈംഗിക അടിമയായി കഴിയേണ്ടി വന്നു. നിരവധി സംവിധായകരും നടന്മാരും ടെക്നീഷ്യന്മാരും ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും അവർ സൂചിപ്പിച്ചു. 30 വർഷമെടുത്തു അനുഭവിച്ച ട്രോമയിൽ നിന്ന് കരകയറാനെന്നും നടി പറഞ്ഞു. മലയാളത്തിൽ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതേ അനുഭവം ഉണ്ടായി. തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്ത സഹനടന്റെ പേരിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും നടി പറഞ്ഞു.